ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ വചന വിചിന്തനത്തിലൂടെ നാം കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം ദൈവത്തെ തൻ്റെ സർവസ്വമായി കാണുന്നവന് മാത്രമേ ദൈവം തന്നെ രക്ഷിക്കും, പരിപാലിക്കും എന്ന ഉദാത്തമായ പ്രത്യാശ, തീവ്രമായ പ്രത്യാശ ദൈവത്തിലുള്ളവർക്ക് മാത്രമേ പരിപൂർണമായി ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുവാൻ സാധിക്കൂ. നോഹയെ പറ്റി നാം വിചിന്തനം ചെയ്തു. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവം നോഹയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദൈവഹിതത്തിന് നോഹ തന്നെ സമർപ്പിച്ചു. ആ പേടകത്തിൽ പ്രവേശിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചു. ദൈവഹിതമാകുന്ന പേടകത്തിലേക്ക് പ്രവേശിക്കുന്നവരെല്ലാം ഞാനും നിങ്ങളും രക്ഷ പ്രാപിക്കും. മറ്റൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു. അത് മറ്റാരുമല്ല, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ രോമാഞ്ചം നിറഞ്ഞവരായി മാറുകയാണ്. അത്രമാത്രം ദൈവത്തെ ആഴത്തിൽ അടുത്ത് സ്നേഹിച്ച മനുഷ്യൻ അബ്രഹാം പിതാവ്. വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ ഗണിക്കുവാൻ പ്രധാന കാരണം അവൻ ദൈവത്തിന്റെ ഹിതത്തിന് 100% തന്നെ സമർപ്പിച്ചു എന്നതായിരുന്നു. ഞാൻ എപ്പോഴും അബ്രഹാം എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ദൈവത്തെ മുഖാമുഖം ദർശിച്ച മനുഷ്യൻ എന്നുള്ള നിലയിൽ അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി അബ്രഹാം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ യഹോവയായ ദൈവം ഊർ എന്ന ദേശത്തു നിന്ന് വിളിച്ച് വേർതിരിക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നു, നിന്റെ ചാർച്ചക്കാരെയും പിതൃകുലത്തെയും നിന്റെ ദേശത്തെയും എല്ലാവരെയും ഉപേക്ഷിക്കണം. ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തക്കാരെ ഉപേക്ഷിക്കണം, നിനക്ക് പ്രിയപ്പെട്ടതിനെ ഉപേക്ഷിക്കണം, നിന്റെ ദേശത്തെ ഉപേക്ഷിക്കണം. അബ്രഹാം ഇത് മൂന്നും ചെയ്തു. തൻ്റെ ജനത്തെയും ദേശത്തെയും പിതൃകുലത്തെയും അവൻ ഉപേക്ഷിച്ചു. എന്നിട്ട് ദൈവഹിതം നിറവേറ്റുന്നതിന് വേണ്ടി അവിടുന്ന് പറയുകയാണ്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക, അല്ലെങ്കിൽ വരിക. അവൻ അപ്രകാരം ചെയ്തു. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുക. അവൻ ചെയ്തു. അവന് പൈതലില്ലായിരുന്നു. 99-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിനക്കൊരു പൈതൽ ജനിക്കും. ദൈവത്തിന്റെ ദാസന്മാർ കടന്നുപോയപ്പോൾ പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവും, കുഞ്ഞിക്കാല് ലഭിക്കും. അത് സംഭവിച്ചു. പക്ഷേ അവന് 12 വയസ്സായപ്പോൾ, ഇസഹാക്കിന് 12 വയസ്സായപ്പോൾ ദൈവം ഇസഹാക്കിനെ കുരുതി കഴിക്കുവാൻ, അല്ലെങ്കിൽ അവനെ ബലിയർപ്പിക്കുവാൻ അബ്രഹാമിനോട് ആവശ്യപ്പെടുമ്പോൾ, അബ്രഹാം തന്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ മകൻ, ആറ്റുനോറ്റ് കാത്തിരുന്ന മനുഷ്യനെ, പുത്രനെ, മകനെ ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രഹാം യാതൊരു അരുതായികകളും പറയാതെ, അബ്രഹാം ദൈവം നൽകിയ ആ ഹിതമനുസരിച്ച്, ദൈവത്തിന്റെ ഹിതമാണ് എൻ്റെ മകൻ ബലി അർപ്പിക്കപ്പെടേണ്ടതെങ്കിൽ ആ ഹിതത്തിന് തന്നെ സമർപ്പിക്കുന്ന അബ്രഹാം, ദൈവഹിതത്തിന് സമർപ്പിക്കുന്ന അബ്രഹാം ഇന്ന് സ്മരിക്കപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അല്പകാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത ടോക്കിൽ കേൾക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.